1000-1500 രൂപയ്ക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പക്കാ ബിൽഡ് ക്വാളിറ്റിയുള്ള എന്നാൽ പ്രീമിയം ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഇയർബഡ് തപ്പി അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോബോൾട്ടിന്റെ പുതിയ റേവൻസ് ഇയർബഡ്സ് നിങ്ങൾക്ക് പക്കായിട്ട് ഇഷ്ടപ്പെടും. സോ ഈ ഒരു ഇയർബഡ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ ഒട്ടും സമയം നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ബോക്സിലാണ് റേവൻ ഇയർബഡ്സ് വരുന്നത്. ഉള്ളിലായിട്ട് യൂസർ മാനുവലും വാറണ്ടി കാർഡും നമ്മുടെ ഇയർബഡും ഒരു കുഞ്ഞു ചാർജറും 2 ഇയർ ടിപ്സും ആണ് ഉള്ളത്. ഈ ഒരു ഡിസൈൻ തന്നെ തുടങ്ങാം. ഒറ്റ ലുക്കിൽ ഒരു മെറ്റാലിക് ഫിനിഷാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബോഡിയിൽ തോന്നുന്നത്. മാത്രമല്ല ഈ ഒരു ബഡ്സിലാണെന്നുണ്ടെങ്കിലും ഒരു മെറ്റാലിക് ഫിനിഷാണ് ഇതിൽ തോന്നുന്നത്. കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഇയർബഡ്സിന് മൊത്തം ഒരു പ്ലാസ്റ്റിക് ഫീൽ തരാറുണ്ട്. ബഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടാറ്. എന്നാൽ ഈ ഒരു റേവൻ ഇയർബഡ്സിൽ അല്ല പ്രീമിയം സിൽക്കി പേൾ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിന്റെ ബോക്സ് മുതൽ ഇയർബഡ്സ് വരെ പക്കയായിട്ട് ഡിസൈൻ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട്. ബോക്സിന്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഒരു മെറ്റാലിക് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഡിസൈനിനെ പക്കയായിട്ടൊന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. ബഡ്സിന്റെ ലെഗും ടച്ച് പ്ലേറ്റും ഒരു 8 എന്ന രീതിക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടച്ച് പ്ലേറ്റിലാണെന്നുണ്ടെങ്കിലും സെൻട്രലായിട്ട് ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അതിന്റെ ചുറ്റുമായിട്ട് ഒരു സർക്കുലർ ഡിസ്ക് ടൈപ്പിൽ റിഫ്ലക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. 3 കളേഴ്സിലാണ് ഈ ഒരു ബഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. എമറാൾഡ് ഗ്രീൻ, ഷാമ്പെയിൻ, ഐസ് മിൻറ്റ്. ഐസ് മിൻറ്റ് മാത്രമാണ് ഒരു റബ്ബറൈസർ ഫിനിഷ് വരുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു മെറ്റാലിക് ടൈപ്പാണ്. ഈ ഒരു ഇയർബഡ്സിൽ ഗോബോൾട്ടിന്റെ ആപ്പിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നോർമലി അങ്ങനെ വരാറില്ല. ഒരു 1000-1200 റേഞ്ചിൽ നിന്നും നോർമലി ആപ്പ് സപ്പോർട്ട് വരാറില്ല. കാര്യം ഇതൊരു പ്രീമിയം സെഗ്മെന്റ് എന്ന രീതിക്കാണ് ഗോബോൾട്ട് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ ആപ്പ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതുവഴി നമുക്ക് സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാം, ടച്ച് പാഡിന്റെ ഓപ്ഷൻസ് മാറ്റാനായിട്ട് പറ്റും. മെയിൻലി ഈക്വലൈസേഷൻ, പല പല വെറൈറ്റി ഓഫ് റോക്ക്, പോപ്പ്, ക്ലാസിക് പല ഡിസൈൻ ഓഡിയോ സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഇയർബഡ്സിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റിയാണ്. അതായത് ഒരേ സമയം 2 ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഫോണിലും ലാപ്ടോപ്പിലും ഒരേ സമയം ഈ ഒരു ഇയർബഡ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ലാപ്ടോപ്പിൽ പാട്ട് പ്ലേ ആണെന്നുണ്ടെങ്കിൽ അത് കേൾക്കും, ഫോണിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫോണിൽ കേൾക്കും. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഫോൺസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലാപ്പിൽ ഇയർബഡ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേസമയം ഫോണിൽ കോൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൽ കിട്ടും. ഈ ഒരു ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ഒരു ഫീച്ചർ പല ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. 2 ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിയോ ലാഗ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഏത് ഫോണിൽ നിന്നാണോ ഓഡിയോ വരുന്നത് ആ ടൈമിൽ തന്നെ ഇയർബഡ്സിൽ കേൾക്കും. പെട്ടെന്ന് മറ്റേന്ന് ഓഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഇതിൽ കേൾക്കും. ആൻഡ് ആ ഒരു ലാഗ് വരുന്നില്ല. പ്രോപ്പറായിട്ടുള്ള സ്വിച്ചിങ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ബാറ്ററിയുടെ കാര്യം. 70 മണിക്കൂറിൻ്റെ അടുത്താണ് ബാറ്ററി ബാക്ക് വരുന്നത്. അതായത് ഒരാഴ്ചയ്ക്ക് എടുത്ത് പക്കായിട്ട് നോർമലായിട്ട് യൂസ് ചെയ്താൽ തന്നെ ചാർജ് തീരില്ല. ഇനിയിപ്പോൾ ചാർജ് തീർന്നാൽ തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 120 മിനിറ്റോളം ഇയർബഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെയേറെ ഭയങ്കര കാര്യമാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ ധൃതിയിട്ട് ഇറങ്ങുമ്പോഴാവും ഇയർബഡ്സിൽ ചാർജ് ഉണ്ടാവില്ല. ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റിൻ്റെ പ്ലേ ബാക്ക് കിട്ടും. ചാർജ് ചെയ്യാനായിട്ട് ഒരു സി പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കേബിൾ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ കേൾക്കുക, കോളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവൻ അടിപൊളിയാണ്. നല്ല നീറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. ആ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഗോബോൾട്ട് അങ്ങനെയാണ് ഇറക്കാറുള്ളത്. എങ്കിലും ഈ ഒരു മോഡൽ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ ഓഡിയോയിലുള്ള, അത് പക്കയായിട്ട് ഇതിന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. പാട്ട് കേൾക്കാനും മൂവി കാണാനും കൂടാതെ കോളൊക്കെ ചെയ്യുന്ന സമയത്തും നല്ല നീറ്റായിട്ടുള്ളൊരു ഓഡിയോ ആണ് കിട്ടുന്നത്. ഓവറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സോ കാര്യങ്ങളൊന്നും കയറാതെ. അത് ENC സപ്പോർട്ട് വരുന്നുണ്ടോ, ഇലക്ട്രോണിക് നോയ്സ് ക്യാൻസലേഷൻ. അത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുറത്തുനിന്നുള്ള മാക്സിമം നോയ്സ് അത് ക്യാൻസൽ ചെയ്ത് കളയും. സൗണ്ട് ക്വാളിറ്റി ഒരിക്കലും മോശമാവില്ല. കാര്യം 10 mm ബൂമെക്സ് ടെക് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഡിഫോൾട്ടായിട്ട് നല്ല ബേസുള്ള ഓഡിയോ ആണ് ഈ ഒരു ബഡ്സിൽ വരുന്നത്. ഇനിയിപ്പോൾ ബേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ ആപ്പ് വഴി ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും ബഡ്സ് യൂസ് ചെയ്യുന്നത് കോളിങ്ങിനാണല്ലോ. കോളിങ്ങിന് വേണ്ടി പക്ക ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ബഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻ കോഡ് മൈക്ക് ENC വരുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് നോയ്സ് ക്യാൻസലേഷൻ. പുറത്തുനിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും കോളിങ്ങിൻ്റെ ഓഡിയോ കിട്ടുക. അതുകൊണ്ട് പുറത്ത് ട്രാഫിക്കിലൊക്കെ പോയിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പുറത്തുനിന്നുള്ള ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു കോളിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൽ ഓഡിയോ വരുന്നത്. ANC പോലെ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല, എന്നാലും ENC വരുന്നത് കൊണ്ട് തന്നെ ഒരു നോർമൽ ഇയർബഡ്സിൽ എങ്ങനെയാണോ അതിൽ നിന്നും ഭയങ്കര ഫാർ ബെറ്റർ ആയിട്ടായിരിക്കും ഒരു ട്രാഫിക്കിലും പുറത്തൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് കിട്ടുക. അതുമല്ല ഒരു മൈക്കല്ല, 4 മൈക്കുകളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൈക്കിൻ്റെ പ്രശ്നമല്ല. സാധാരണ ഒരു മൈക്ക് കടിച്ചു പോയാൽ ആ ഒരു ഇയർബഡ്സ് പോയെന്ന് വയ്ക്കും. എന്നതിൽ 4 മൈക്കുകളാണ്. പാട്ട് കേൾക്കുന്ന മൂവി കാണുന്നതും കൂടാതെ കോളിങ്ങിൻ്റെ കാര്യം വരെ പറഞ്ഞു. ഗെയിമിങ്ങിന് എങ്ങനെയുണ്ട്? ഗോബോൾട്ട് ഈ ഒരു ഇയർബഡ്സിൽ 50 ms ലോ ലേറ്റൻസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിലെ ആ ഒരു ഓഡിയോ ലാഗ് കൂടാതെ ഇയർബഡ്സിൽ എത്താനുള്ള മാക്സിമം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്. നോർമലി ഈ ഇയർബഡ്സ് കിടക്കുക മ്യൂസിക് മോഡിലായിരിക്കും. ഗെയിമിംഗ് മോഡിലോട്ട്, അതായത് ലോ ലേറ്റൻസി മോഡിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ 4 ടാപ്പ് ഈ ഒരു ടച്ച് പ്ലേറ്റിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് മോഡിലോട്ട് മാറും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമും ഇയർബഡ്സും തമ്മിലുള്ള ആ ഒരു ഓഡിയോ ലാഗ് പക്കായിട്ട് ഒഴിവായി കിട്ടും.
അപ്പോൾ ഇത് പുറത്തൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമാവാനും വേർപ്പാവാനൊക്കെ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഈ ഒരു ബഡ്സ് കേടില്ല. കാരണം IPX5 വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ചെറിയ വാട്ടർ ഡ്രോപ്പുകളും സ്വെറ്റും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമാവില്ല. നിങ്ങളൊരു ഫാഷൻ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, അല്ല ഹോട്ട് ആൻഡ് സെക്സി ലുക്ക് വരുന്ന ഒരു ഇയർബഡ്സ് നോക്കുന്നുണ്ട്, എന്നാൽ എല്ലാ ക്വാളിറ്റിയും എല്ലാ ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും കുറവില്ല, അല്ല കിടലായിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസും കിട്ടണം, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇയർബഡ്സ് നിങ്ങൾക്ക് പക്കാ വർത്തായിരിക്കും. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഹെവി ബഡ്ജറ്റിൽ ഇയർബഡ്സ് വാങ്ങണില്ല, എന്നാൽ നോർമൽ ബഡ്ജറ്റിൽ പക്കായിട്ടുള്ള സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇയർബഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു ആമസോണിലാണെന്നുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിലും ഗോബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. മാത്രമല്ല 1300 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. കുറച്ച് മുന്നേ ഇതിൻ്റെ റേറ്റ് 1000 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ ഇത് ലൈറ്റായിട്ട് കൂടിയുണ്ട്, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും.